ഓൾറെഡി UK ലൈസൻസ് ഉണ്ടെങ്കിൽ കാറിൻ്റെ മെഡിക്കൽ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ട്രക്കിൻ്റെ ലൈസൻസിന് അപ്ലൈ ചെയ്യാം. ആ ലൈസൻസ് വന്നതിന് ശേഷം നിങ്ങൾക്ക് തിയറി, അതുപോലെ തന്നെ ഹസാർഡ്, പിന്നെ CPCയുടെ കേസ് സ്റ്റഡീസ് ഇതിന് ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ടെസ്റ്റിനായിട്ട്. അത് കഴിഞ്ഞിട്ട് ആണ് പിന്നെ പ്രാക്ടിക്കൽ വരുന്നത്. അപ്പോൾ പ്രാക്ടിക്കലിൻ്റെ എമൗണ്ട്സ് പല ഏജൻസിക്കാരും പല റേറ്റുകളാണ്. ചിലപ്പോൾ ഈ മെഡിക്കലും ഈ തിയറിയും എല്ലാം കൂടെ അവർ 4200, 4900, അതുപോലെ തന്നെ 3300, 3400 ആ റേഞ്ചൊക്കെയാണ് മിനിമം പോവാറ്. ഓൾറെഡി നിങ്ങൾക്ക് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെവി വെഹിക്കിൾ ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സസ് കുറയ്ക്കാം. ഓരോ ക്ലാസ്സിനും 150-200 പൗണ്ടിൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട് എപ്പോഴും. അപ്പോൾ ആവറേജ് ഒരു 6 മുതൽ 8 ക്ലാസ് വരെയാണ് അവർ പറയുന്നത്. അതിപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ് നിങ്ങൾ പറഞ്ഞു നോക്കാം. അവർ ചിലപ്പോൾ അതിന് ഓക്കെ പറയും, നിങ്ങൾക്ക് എക്സ്പീരിയൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. ഞാൻ എടുത്തത് റെഡ് വഴിയാണ്. അതിലെനിക്ക് 2300 വന്നുള്ളൂ, 2200 സംതിങ് വന്നുള്ളൂ. അത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് മെഡിക്കലും അതുപോലെ തന്നെ തിയറിയും ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. വെറും പ്രാക്ടിക്കലും അതുപോലെ തന്നെ CPCക്ക് മാത്രമാണ് ഈ പറഞ്ഞ റേറ്റ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ക്ലാസ് കുറച്ച് റെഡ്യൂസ് ചെയ്തിരുന്നു, എനിക്ക് അത്രയും വേണ്ട എന്നുള്ള രീതിയിൽ. അങ്ങനെയാണ് എനിക്ക് ഈ വന്ന റേറ്റ്. അപ്പോൾ നിങ്ങൾ ഓരോ ഏജൻസിക്കാരെ അപ്രോച്ച് ചെയ്യണമ്പോൾ അവരുടെ അടുത്ത് ഓരോ ചോദിക്കുക എന്താണ്, എങ്ങനെയാണ് നിങ്ങളുടെ പ്രൈസ് ബ്രേക്ക് ഡൗൺ കാര്യങ്ങളെല്ലാം, അതിനനുസരിച്ച് നിങ്ങൾ ഫിക്സ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ടാക്കോ കാർഡ് എടുക്കാനായിട്ട് നിങ്ങൾ ഓൺലൈനിൽ കയറിയിട്ട് നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ്, അതുപോലെ തന്നെ ഒരു 32 പൗണ്ടും പിന്നെ കാർഡ് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ടാക്കോ കാർഡ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്.